നമസ്കാരം. CPIM-നെ കുടഞ്ഞ് ബോംബെ ഹൈക്കോടതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയായി ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ഗസയിലെ വംശഹത്യക്കെതിരെ CPIM പ്രതിഷേധത്തിന് മുംബൈ പോലീസ് മുംബൈ നഗരത്തിൽ അനുമതി നിഷേധിച്ചതിനെതിരെ പാർട്ടി മുംബൈ ഹൈക്കോടതിയിൽ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് ബോംബെ ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു കർശനമായ വിമർശനം CPIM എന്ന പാർട്ടിക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഗസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് ദേശസ്നേഹമല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ വിഷയങ്ങൾ ഏറ്റെടുക്കാനാണ് CPIM ശ്രമിക്കേണ്ടത് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു വിമർശനം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു സ്വാഭാവികമായും ബോംബെ ഹൈക്കോടതി. എന്തായാലും ഈ ഹർജി തള്ളിക്കൊണ്ടുള്ള CPIM നൽകിയ ഹർജി തള്ളിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ പറയുന്നു. എങ്കിലും ഒരു പരിധിവരെ കോടതിയുടെ ഒരു വലിയ വിമർശനം CPIM-ന് ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഭരണഘടനാ വിരുദ്ധ പരാമർശം നടത്തിയ കോടതി CPIM-ന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്യാനും മുതിർന്നു എന്ന ഒരു വിമർശനമാണ് പോളിറ്റ് ബ്യൂറോ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഗസയിലെ വംശഹത്യയിൽ പ്രതിഷേധിച്ച് ദക്ഷിണ മുംബൈയിലെ ആസാദ് മൈതാൻ ഗ്രൗണ്ടിൽ റാലി നടത്താൻ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഓർഗനൈസേഷന് കഴിഞ്ഞ മാസം പോലീസ് അനുമതി നിഷേധിച്ചതിനെ തുടർന്നാണ് CPIM-ന്റെ ഒരു ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ഉണ്ടായത്. കോടതിയുമായി CPIM കോടതിയിലേക്ക് ഒരു ഹർജിയുമായി പോലീസിന്റെ നിയന്ത്രണത്തിനെതിരെ ചെല്ലുന്നു. പക്ഷേ ആ കോടതി ആ ഹർജി പാടെ തള്ളിക്കൊണ്ട് ഗസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്ത് ദേശസ്നേഹമാണ്, നിങ്ങൾ ഇന്ത്യയിലെ വിഷയങ്ങൾ ഏറ്റെടുക്കൂ, ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായും അത് രാഷ്ട്രീയപരമായി CPIM-നേറ്റ വലിയൊരു പ്രഹരമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.